Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പഴയങ്ങാടി രാംപുരത്ത് വൻ സ്പിരിറ്റ് വേട്ട. മംഗലാപുര ഭാഗത്തു നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് സ്പിരിറ്റുമായി പോവുകയായിരുന്ന ലോറി ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് എക്സൈസിന്റെ പിടിയിലായത്. സെന്റർ സോൺ IB അസിസ്റ്റന്റ് കമ്മീഷണർ രാകേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് വാഹനത്തെ പിന്തുടർന്ന് പിടികൂടിയത്. കാസർഗോഡ് ഭാഗത്തു നിന്നും എത്തിയ ലോറിയെ KSTP റോഡിൽ പഴയങ്ങാടി രാമപുരം കൊത്തിക്കുഴിച്ച പാറ റോഡിൽ വെച്ചാണ് പിടികൂടിയത്. എക്സൈസ് സംഘത്തിന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് സ്പിരിറ്റ് പിടികൂടാൻ സാധിച്ചത്. കണ്ണൂർ എക്സൈസ് സംഘത്തിന്റെ സഹായവും ലഭിച്ചിരുന്നു. ലോറിയിൽ വലിയ കന്നാസുകളിൽ സ്പിരിറ്റ് നിറച്ച് കന്നാസുകൾക്ക് മുകളിൽ ഉമി നിറച്ച ചാക്കുകൾ വെച്ചായിരുന്നു സ്പിരിറ്റ് കടത്ത്. ഏകദേശം 10,000 ലിറ്ററോളം സ്പിരിറ്റ് ഉണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം. കർണാടക രജിസ്ട്രേഷൻ ലോറിയാണ് സ്പിരിറ്റ് കടത്താൻ ഉപയോഗിച്ചത്. സെന്റർ സോൺ IB അസിസ്റ്റന്റ് കമ്മീഷണർ രാകേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. വാഹനത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. 100-ലധികം കന്നാസുകളിലായാണ് സ്പിരിറ്റ് നിറച്ചിരുന്നത്. ഇതിന്റെ മുഖ്യ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് എക്സൈസ് വകുപ്പ്. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സനീഷ് കുമാർ PK, ഹോസ്ദുർഗ് എക്സൈസ് CI VV പ്രസന്നകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർ EV ജിഷ്ണുകുമാർ, കാസർഗോഡ് എക്സൈസ് IB AK ബാലകൃഷ്ണൻ, K പ്രതീഷ് തുടങ്ങി വിവിധ എക്സൈസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പയ്യന്നൂർ കാരിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന വൈശാഖ് സി തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു. കാരിയിൽ നിന്ന് ആരംഭിച്ച പ്രചരണത്തിൽ നിരവധി പേരാണ് വൈശാഖിനൊപ്പമുള്ളത്. പയ്യന്നൂർ കാരയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന വൈശാഖ് സിയുടെ ഇലക്ഷൻ പ്രചരണം കാരയിൽ നിന്ന് ആരംഭിച്ചു. പാർട്ടിയിൽ നിന്ന് പ്രാദേശിക വിഷയത്തിന്റെ ഭാഗമായി രാജിവെച്ച ബ്രാഞ്ച് സെക്രട്ടറിമാർ, പാർട്ടി മെമ്പർമാർ, നാട്ടുകാർ തുടങ്ങി നിരവധി ആൾക്കാർ വൈശാഖിനൊപ്പം എത്തി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം കഴിഞ്ഞ ദിവസം സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പത്രിക സ്വീകരിച്ചു. അതിന്റെ ഭാഗമായാണ് ഞായറാഴ്ച രാവിലെ മുതൽ തിരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരിക്കുന്നതെന്ന് വൈശാഖ് വ്യക്തമാക്കി. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇന്നലെ സൂക്ഷ്മ പരിശോധന കഴിഞ്ഞ് പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ കൂടെ നമ്മുടെ നാട്ടിലെ പ്രദേശത്തെ എല്ലാ ജനങ്ങളും, എല്ലാ കുട്ടികളും, എല്ലാ മുതിർന്നവരായാലും നല്ല പിന്തുണയാണ് നമുക്ക് തരുന്നത്. അപ്പം നമുക്കറിയാം, ചില വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. നമുക്കുണ്ടായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രാദേശിക നേതാക്കന്മാരുടെ വിഷയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിങ്ങനെ മാറി നിന്നിട്ടുകൊണ്ട് സ്വതന്ത്ര സ്ഥാനമായി മത്സരിക്കുന്നത്. ഞാനടക്കം 2 ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അതുപോലെ തന്നെ 26ഓളം പാർട്ടി മെമ്പർമാരടക്കം രാജിവെച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ വേണ്ടി പോകുന്നൊരു ഘട്ടത്തിലേക്കാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിനകത്ത് 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ചില സംഘടനാ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കാതെ അതിനെ തെറ്റ് ചെയ്തവരെ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ പ്രാദേശിക നേതാക്കൾ പോകുമ്പോൾ അതിനെതിരെ 2 വർഷമായി നമ്മൾ നിരന്തരം പാർട്ടിയെ സമീപിക്കുകയും എന്നാൽ അത്തരത്തിലൊരു നീതി കിട്ടാത്തൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സ്വന്തം സ്ഥാനത്തെ മത്സരിക്കാൻ തീരുമാനിച്ചത്. വൻ ജനപിന്തുണയാണ് നമുക്ക് കിട്ടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ 20-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി നന്ദകുമാർ V ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. തുടർച്ചയായ ഭരണം ഇത്തവണയും ലഭിക്കുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെന്നും നന്ദകുമാർ നെറ്റ്വർക്ക് ന്യൂസിനോട് വ്യക്തമാക്കി. പയ്യന്നൂർ നഗരസഭ 20-ാം വാർഡിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി നന്ദകുമാർ V ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം നഗരസഭാ കൗൺസിലറായി പ്രവർത്തിച്ച നന്ദകുമാർ ഇത്തവണയും ഏറെ വിജയപ്രതീക്ഷയിലാണ്. നമ്മുടെ LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ് നമ്മുടെ
എല്ലാ പ്രചരണങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ നല്ല പിന്തുണയോടെ മുഴുവൻ ജനങ്ങളും നമ്മുടെ ഒപ്പം തന്നെ നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവിടെ 20-ാം വാർഡിൽ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ തന്നെ നന്ദകുമാർ ഞാൻ തന്നെ ഇവിടെ വിജയിക്കുന്നില്ല തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. ആ രീതിയിലുള്ള ഒരു പ്രചരണവും പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്ത് ഒരു ഇടതുപക്ഷ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് ഏറ്റെടുക്കും. പയ്യന്നൂർ നഗരസഭയിലടക്കം എല്ലാവരും ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വിജയിച്ച് വരും എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. മികച്ച രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ളതെന്നും നന്ദഗോപൻ വ്യക്തമാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം പഞ്ചായത്തിലെ 4 വാർഡുകളിൽ എതിരില്ലാതെ വിജയിച്ചതിൽ LDF കണ്ണപുരത്ത് ആഹ്ലാദ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരം ചൈനാക്ലേ റോഡിൽ നിന്നും സ്ഥാനാർത്ഥികളെ മാലയിട്ട് ചെറുകുന്നിലേക്ക് ആനയിച്ചു. ചെറുകുന്ന് ടാക്സി സ്റ്റാൻഡിന് സമീപം നടന്ന പൊതുയോഗം KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കണ്ണപുരത്തും മലപ്പട്ടത്തും മാന്തൂരിലുമുണ്ടായ വിജയം കേരളത്തിലെ ഇടതു സർക്കാരിന്റെ ഭരണനേട്ടത്തിനുള്ള അംഗീകാരമാണെന്ന് KV സുമേഷ് MLA പറഞ്ഞു. ഞങ്ങൾ ഒട്ടും അഹങ്കരിക്കാനോ അമിതമായി ആഹ്ലാദിക്കാനോ ഞങ്ങളില്ല. കണ്ണപുരത്ത് 4 സീറ്റ് നമ്മുടെ എതിരില്ലാതെ ജയിച്ചിരിക്കും. മലപ്പട്ടത്ത് 3 സീറ്റ്, ഇന്നൊരു സീറ്റോട് 3 സീറ്റും നമ്മുടെ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ മാത്രം നമ്മൾ 7 സീറ്റിൽ ജയിച്ചിരിക്കുക. മറ്റ് സംസ്ഥാനത്ത് ഏതോ 1-2 സ്ഥലത്ത് കൂടി LDFന് എതിരില്ലാത്ത വാർത്തകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ സേവകരായി ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് സഹായകരമായ ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഞങ്ങൾ ഈ നാട്ടിലെ വോട്ടർമാരുടെ ഇലക്ഷൻ ആകുമ്പോൾ അഭ്യർത്ഥിച്ചത് കേന്ദ്ര ഗവൺമെന്റും UDFും എല്ലാം ചേർന്ന് സംഘപരിവാരം ചേർന്ന് നടത്തുന്ന ഒരു ഇടതുപക്ഷ വിരുദ്ധ വേട്ടയുണ്ട്. ഈ ഗവൺമെന്റിനെ മോശമായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങളുണ്ട്. ഇക്കുറി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം ചരിത്ര വിജയം നേടുമെന്ന് M. വിജിൻ MLA പറഞ്ഞു. അഭിമാനകരമായ ഒരു വിജയം, അത് നേരത്തെ സുമേഷ് അവിടെ സൂചിപ്പിച്ചതുപോലെ 13-ാം തീയതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ കണ്ണപുരത്തെ 4 സീറ്റുകളിൽ ലഭ്യമായി എന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്ന ഒന്നാണ്. ഒരിക്കലും അതിരുകടന്ന ഒരു ആഹ്ലാദത്തിലേക്കൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വിജയത്തിൻ്റെ ഭാഗമായി പോകുന്നില്ല. കൂടുതൽ ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ ഈ വാർഡുകളിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ ഇനിയും നമുക്ക് കൂട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ കണ്ണപുരം പഞ്ചായത്തിൽ 4 ഇടങ്ങളിൽ എതിരില്ലാതെ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. P. ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. K. നാരായണൻ, K. കൃഷ്ണൻ, സന്തോഷ് CBK, K. കൃഷ്ണൻ, AV ഷിമ, TV ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളം തെരഞ്ഞെടുപ്പ് ചൂടിൽ മുന്നേറുമ്പോൾ വിവിധ രാഷ്ട്രീയ കക്ഷികൾക്കുള്ള പോസ്റ്റർ നിർമ്മാണ ചൂടിലാണ് പയ്യന്നൂരിലെ മധു ഒറിജിൻ. കാണാം മധുവിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്റർ വിശേഷങ്ങൾ. കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പ് ചൂടിലാണ്. പഴയ ചുമരെഴുത്ത് രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ യുഗമാണ്. വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയുള്ള പോസ്റ്റർ തയ്യാറാക്കുന്ന തിരക്കിലാണ് പയ്യന്നൂരിലെ മധു ഒറിജിൻ. വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേട്ടാ, ഏതൊക്കെ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത് പോസ്റ്റേഴ്സ്? ഈ വർഷത്തെ ഇലക്ഷന് ഒരുവിധം എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പോസ്റ്ററുകൾ ഇപ്പോൾ ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അതുതന്നെ ആദ്യഘട്ടം കഴിഞ്ഞിപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു ഇതിൻ്റെ പ്രചാരണ കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ രാഷ്ട്രീയ കക്ഷികളുടെയും അതുപോലെ സ്ഥാനാർത്ഥികളുടെ ഇടയിലും നിൽക്കുന്നൊരു പാലമായിട്ടാണ് നമ്മൾ പൊതുവെ ഈ കൊമേഴ്ഷ്യൽ ആർട്ടിസ്റ്റുമാർ അല്ലെങ്കിൽ ഡിസൈനർമാർ നിൽക്കുന്നത്. കാര്യം, രാഷ്ട്രീയ കക്ഷികൾക്ക് വോട്ടർമാരോട് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നത് ആണ് നമ്മൾ അതിൻ്റെ ഒരു പ്രാധാന്യത്തോടെ ഓരോ പോസ്റ്ററിലും അതിൻ്റെ ഡിസൈനിലും ഒക്കെ നമ്മൾ ചെയ്ത് ഇതിനുള്ള കണ്ടന്റ് തരുന്നതാരാ?
ചില സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ കക്ഷികളോ ചെറിയ രീതിയിലുള്ള കണ്ടൻറ്റുകൾ തരുന്നെങ്കിലും കൂടുതലും നമ്മൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ കണ്ടൻറ്റുകൾ നിർമ്മിക്കുന്നത്. അത് ഓരോ കാലത്തും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും എന്തൊക്കെയാണ് അത് അവർക്ക് സ്ഥാനാർത്ഥികൾക്ക് പറയാനുള്ളത് എന്നുള്ളതാണ് ആ ഓരോ കണ്ടൻറ്റ് വൈസായിട്ട് വരുന്നത്. ഇതിലിപ്പോൾ കണ്ടതിൽ വെച്ചിട്ട് വൈശാഖിൻ്റെ ഒരു പോസ്റ്റർ എടുക്കുന്നതാണെങ്കിൽ വൈശാഖ് എന്നാണ് കണ്ടന്റ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കണ്ടന്റ് അവർ തന്നെ തന്നാണോ അല്ലെങ്കിൽ ചേട്ടൻ തന്നെ മേക്ക് ചെയ്തത്? അല്ല, നമ്മൾ തന്നെയാണ് അത് ആ കാര്യം നിർമ്മിച്ചത് നമ്മൾ തന്നെയാണ്. അതായത് വൈശാഖ് എന്നുള്ളൊരു സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ആ വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ കൂടെ അല്ലാതെ സ്വതന്ത്രനായി നിൽക്കാൻ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം എന്നുള്ളതാണ് ഒരു മുഖ്യ കാരണമായിട്ട് വന്നത്. ഓക്കെ, എന്തായാലും സ്ഥാനാർത്ഥികളെയും ജനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം തന്നെയാണ് ഇപ്പോൾ മധുവായിട്ട്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. റോഡ് പണിക്ക് ജെല്ലി നിരത്തി മാസങ്ങൾ കഴിഞ്ഞിട്ടും ടാറിംഗ് നടത്തിയില്ല. ദുരിതത്തിലായി പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ വിദ്യാർത്ഥികളും ജീവനക്കാരും. എത്രയും വേഗം ടാറിംഗ് പണികൾ പൂർത്തിയാക്കണമെന്ന് ആവശ്യമുയരുന്നു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് ക്യാമ്പസിലെ റോഡ് ജീവനക്കാർക്ക് ദുരിതമാകുന്നു. റോഡ് റീടാറിംഗ് നടത്തുന്നതിന്റെ ഭാഗ്യ ജില്ലി കാരണമാണ് ക്വാർട്ടേഴ്സിലെ താമസക്കാരായ വിദ്യാർത്ഥികൾ, ഭിന്നശേഷിക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ, പൊതുജനങ്ങൾ എന്നിവർ ദുരിതത്തിലായത്. ജില്ലി പാകിയതിനു ശേഷം മറ്റു പ്രവർത്തികൾ തുടങ്ങാത്തതോടെ റോഡിൽ കൂടി നടക്കുന്നതിനും വാഹനങ്ങൾ ഓടിക്കുന്നതിനും ബുദ്ധിമുട്ടാവുകയാണ്. അപകട സാധ്യതയും ഏറെയാണെന്ന് വിദ്യാർത്ഥികളും ജീവനക്കാരും പരാതിപ്പെടുന്നു. കഴിഞ്ഞ വർഷം തന്നെ റോഡ് പണിക്ക് ആവശ്യമായ തുക പൊതുമരാമത്ത് വകുപ്പിൽ അടച്ചിരുന്നു. ടെൻഡർ നടപടികൾ വൈകിയതിനാൽ പണി വൈകി. ടെൻഡറിന് ശേഷം റോഡിൽ ജില്ലി നിരത്തിയിട്ടും ഇതുവരെ ടാറിംഗ് പണികൾ ആരംഭിക്കാത്തതാണ് പ്രശ്നമായത്. ജനപ്രതിനിധികൾ എത്രയും പെട്ടെന്ന് ഇടപെട്ട് പണി പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാതമംഗലം പേരൂൽ റോഡിലെ വളവിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് കാർ യാത്രികർക്ക് നിസ്സാര പരിക്ക്. കുത്തനെയുള്ള ഇറക്കവും വളവും ഇവിടെ നിരന്തരം അപകടങ്ങൾക്ക് കാരണമാവുകയാണ്. മാതമംഗലം പേരൂൽ റോഡിലെ വളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കുത്തനെയുള്ള ഇറക്കവും വളവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത്. ഇവിടെ ഞായറാഴ്ച രാവിലെ 10 മണിയോടെ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കാർ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. മെക്കാഡൻ ടാറിംഗ് നടത്തുമ്പോൾ തന്നെ അപകട സാധ്യതയും റോഡിന്റെ പ്രശ്നങ്ങളും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടിരുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇറക്കത്തിൽ നിന്ന് നിയന്ത്രണം വിട്ടും മറ്റും നിരവധി വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇവിടെ ക്രാഷ് ബാരിയർ സ്ഥാപിക്കണമെന്നും അപകട വളവുകൾ നേരെയാക്കി റോഡ് പുതുക്കി പണിയണമെന്നുമാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നോ ക്യാപ് ഇറ്റ്സ് ടുമോറോ എന്ന പ്രമേയത്തിൽ SSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഗാല പിലാത്തറ കൺവെൻഷൻ സെന്ററിൽ നടന്നു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. നോ ക്യാപ്സ് ഇറ്റ്സ് ടുമാറോ എന്ന പ്രമേയത്തിൽ SSF കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഗാല പിലാത്തറ കൺവെൻഷൻ സെന്ററിൽ നടന്നു. സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ഉപാധ്യക്ഷൻ പട്ടുവം KP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഇഷ്ടപ്പെട്ട അമലുകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഉദ്ഘാടനം എന്ന ഒരു കൃത്യനിർവഹണം അത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വാഗതത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തി ഘട്ടം ഘട്ടമായി നമ്മുടെ പ്രവർത്തന മേഖലയെ സംബന്ധിച്ച് നാം പഠിക്കുകയും മനസ്സിലാക്കുകയും നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള, അനുസരണമുള്ള, അനുഭാവമുള്ള ഒരു നല്ല സമൂഹമായി വളരാൻ നമുക്ക് സാധിക്കണം. ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലുള്ളവരാണ്. നാം പ്രധാനമായും ഈ കാലഘട്ടത്തിൽ നമ്മുടേതായ ഒരു ലക്ഷ്യമുണ്ടാകും. രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും ഭാവി നിർമ്മിതിയിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള പങ്ക് വലുതാണെന്നും ആ ലക്ഷ്യനിർവഹണത്തിനു വേണ്ടി SSF ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. SSF കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് BA മുഹമ്മദ് അജീർ സഖാഫി അധ്യക്ഷത വഹിച്ചു. SSF ദേശീയ ജനറൽ സെക്രട്ടറി ദിൽഷാദ് അഹമ്മദ് കാശ്മീർ മുഖ്യാതിഥിയായി. സക്കരിയ മാസ്റ്റർ, അബ്ദുറഹ്മാൻ റോൾ, അബ്ദുള്ള നാറ്റ, താജുദ്ദീൻ അബൂബക്കർ എന്നിവർ നേതൃത്വം നൽകി. SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ T അബൂബക്കർ നോ ക്യാപ് ഇറ്റ്സ് ടുമോറോ പ്രമേയം വിശദീകരിച്ചു. വിവിധ ആക്ടിവിറ്റീസ്, വിദ്യാർത്ഥികളുടെ സംശയ നിവാരണങ്ങൾക്കുള്ള സയൻസ് കരിയർ കോർണറുകൾ, മത്സരങ്ങൾ തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.
നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ 5000 രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി പെൻഷനേഴ്സ് ഫോറം HMS കാസർഗോഡ് ജില്ലാ സമ്മേളനം അധികൃതരോട് ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാമേഴ്സ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി ദ്രോഹ നിയമമായി മാറിയ 4 ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്ന് നിർമ്മാണ തൊഴിലാളി യൂണിയൻ പെൻഷനേഴ്സ് ഫോറം HMS കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം HMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ക്ഷേമ ഓഫീസിൽ പോയി നിങ്ങളുടെ കാര്യം ശരിയാക്കി വരുന്നതായിരിക്കും. ബാങ്കിൽ പൈസ തരാത്ത കാര്യങ്ങൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ 3-4 ആളുകളുടെ നമ്പർ നിങ്ങളിൽ ഉണ്ടാവും. അവരെ നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ സംഘടനാ സംവിധാനത്തിൽ സജീവമായി ഉണ്ടാകണം എന്ന് എനിക്ക് പറയാനുള്ളൂ. 2000 രൂപ ഈ നവംബർ മാസം സംസ്ഥാന സർക്കാർ 400 രൂപ വർദ്ധിപ്പിച്ച് എന്തായാലും അത് കൊടുക്കും. ഈ കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ അതേപോലെ മറ്റ് അധികാരികളും ചെയ്യുന്ന നടപടികൾ നമുക്ക് കിട്ടാത്ത ആനുകൂല്യങ്ങൾ തുടർച്ചയായി കിട്ടണം എന്നുള്ളത് അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി ജില്ലാ പ്രസിഡന്റ് VM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. HMS ജില്ലാ സെക്രട്ടറി BV വിജയൻ, പെൻഷനേഴ്സ് ഫോറം ജില്ലാ ജനറൽ സെക്രട്ടറി K അമ്പു, ജോയിന്റ് സെക്രട്ടറി KV കുഞ്ഞിക്കണ്ണൻ, C ബാലകൃഷ്ണൻ, K രവീന്ദ്രൻ, കൃഷ്ണൻ മേനോൻ, V രതി, VV ഇന്ദിര എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ രമേശന് തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. 9ാം വാർഡിനെയാണ് രമേശൻ പ്രതിനിധീകരിക്കുന്നത്. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പർ രമേശന് തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. 9ാം വാർഡിനെയാണ് രമേശൻ പ്രതിനിധീകരിച്ചത്. വട്ടം പാടശേഖരത്തിലെ എരുവക്കുതിരു മൈതാനത്ത് വെച്ചാണ് യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത്. PV പ്രഭാകരൻ, R ഗംഗാധരൻ മാസ്റ്റർ, T സുരേഷ്, KV പ്രീത, KV വനജ, K രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. യാത്രയയപ്പിന് നന്ദി പറഞ്ഞുകൊണ്ട് രമേശൻ സംസാരിച്ചു. നിങ്ങളുടെ എല്ലാം സ്നേഹപരമായിട്ടുള്ള ഒരു ഇടപെടൽ പിന്നെ എനിക്ക് തോന്നിയത് വേണം എന്നുള്ള രീതിയിലേക്ക് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യം തുടങ്ങുമ്പോൾ ഭയങ്കര പ്രതിസന്ധിയായിരുന്നു. നമ്മൾ 9ാം വാർഡിൽ പണി വളരെ കുറവാണ്, തുടങ്ങാൻ വൈകി. അപ്പോൾ നമ്മൾ ഒരു മീറ്റിംഗ് വിളിച്ച് VO അടക്കം പങ്കെടുത്തുകൊണ്ട് ഏത് രീതിയിലാണ് ഇപ്രാവശ്യം 100 പണിയിലേക്ക് നമ്മളെ തൊഴിലാളികളെ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു മീറ്റിംഗ് ചേരുകയും പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ വന്ന് അതൊക്കെ സ്വരൂപിച്ചുകൊണ്ട് പല വിധത്തിലുള്ള പണികൾ ഇപ്രാവശ്യം കണ്ടെത്തിക്കൊണ്ടാണ് നമ്മളിപ്പോൾ 100 പണിയിലേക്ക്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ 76 പണിയിലേക്ക് ഇപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. തൊഴിലാളി എന്നു പേരുള്ള തന്റെ പ്രിയപ്പെട്ട ഓട്ടോറിക്ഷയെ സാക്ഷി നിർത്തിയാണ് രമേശൻ ഉപഹാരം ഏറ്റുവാങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ഏറ്റുകുടുക്ക പള്ളിമുക്ക് നന്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മേഖലാതല ചെസ് മത്സരം സംഘടിപ്പിച്ചു. 10 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. ഏറ്റുകുടുക്ക പള്ളിമുക്ക് നന്മ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മേഖലാതല ചെസ് മത്സരം സംഘടിപ്പിച്ചു. നന്മ സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് മത്സരം സംഘടിപ്പിച്ചത്. 10 ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു. ഫെഡറേറ്റഡ് പ്ലെയർ ശ്യാം സുന്ദർ മത്സരത്തിന്റെ നിയമാവലികളെ കുറിച്ച് വിശദീകരിച്ചു. രത്നാകരൻ, രാഘവൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. 15+5 നോക്കിയിട്ട് സമയത്ത് നോക്കി അതിനെ കണക്കാക്കിയിട്ട് വെക്കാം. ബാക്കിയെല്ലാം പിന്നെ സാധാരണ ടൂർണമെന്റ് പോലെ പരമാവധി എല്ലാവരും മൊബൈലെല്ലാം ഓഫാക്കി വെക്കുക. പിന്നെ 2 ഇല്ലീഗല് കളിച്ചാൽ അവസ്ഥയാണ്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. ചീമേനി NSS യോഗം ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം വിപുലമായ ആഘോഷ പരിപാടികളോടെ നടന്നു. ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരീച്ചേരി പ്രഭാകരൻ നായർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ചീമേനി NSS കരയോഗം ഓഫീസിന്റെ ശിലാസ്ഥാപന കർമ്മം വിപുലമായ ആഘോഷ പരിപാടികളോടെ നടന്നു. ചീമേനി ടൗണിൽ കയ്യൂർ റോഡിൽ സായി മന്ദിരത്തിന് സമീപത്തായാണ് ഓഫീസ് മന്ദിരം നിർമ്മിക്കുന്നത്. ഹോസ്ദുർഗ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കരിച്ചേരി പ്രഭാകരൻ നായർ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷപ്രദമായ ഒരു മുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്. അതിൽ പങ്കാളിയാവാൻ എനിക്ക് കിട്ടിയത് ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്.
ഈ അന്തരീക്ഷം എന്നെ വല്ലാതെ ആകർഷിച്ചൊരു അന്തരീക്ഷമാണ്. ഭക്തിനിർഭരമായ ഭജന അവിടെ നടക്കുകയാണ്. മന്ത്രധ്വനികൾ മുഴങ്ങുന്ന ആ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ അതിനേക്കാളും പാവനമായി എന്ന് നമ്മൾ കരുതുന്ന ഒരു മന്ദിരത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നമ്മൾ നിർവഹിച്ചത്. തീർച്ചയായും മന്നത്ത് ആചാര്യൻ അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ഈ കെട്ടിടത്തിനുണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ഒരു ജനറൽ ബോഡി യോഗങ്ങളിൽ പോയാൽ കരയോഗ മന്ദിരം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത്, അടുത്ത ജനറൽ ബോഡി യോഗം നമ്മുടെ കരയോഗ മന്ദിരത്തിലായിരിക്കണം. വാടക കെട്ടിടത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗകര്യത്തിലോ ഒരുക്കുന്ന താൽക്കാലിക സൗകര്യങ്ങളിലോ ആകരുത്, നമ്മുടെ കരയോഗത്തിലായിരിക്കണമെന്ന് ഞാൻ എല്ലാ സ്ഥലങ്ങളും പറയാറുണ്ട്. ചടങ്ങിൽ യോഗം പ്രസിഡന്റ് KP ജനാർദ്ദനൻ അധ്യക്ഷനായി. കമലാക്ഷൻ കൊറോത്ത്, രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കരിവള്ളൂർ ശ്രീ നെയ്യമൃതകോട്ടം ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചു. നിരവധി പേർ ഘോഷയാത്രയിൽ അണിനിരന്നു. കരിവള്ളൂർ ശ്രീ നെയ്യമൃതകോട്ടം 17ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം 17 മുതൽ 24 വരെ നടക്കുകയാണ്. ഇതിന്റെ അനുബന്ധ പരിപാടിയായാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര സംഘടിപ്പിച്ചത്. കാമാക്ഷി ക്ഷേത്രത്തിൽ നിന്നാണ് ഘോഷയാത്ര ആരംഭിച്ചത്. മുത്തുക്കുടയേന്ത്യ വനിതകളും താലപ്പൊലിയേന്ത്യ ബാലികമാരും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. ഘോഷയാത്ര മാന്യഗുരു സ്കൂൾ വഴി നെയ്യമൃതകോട്ടം സന്നിധിയിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.